അവൾ പിന്നെയും ഫോണിനായി അവരോട് ചോദിച്ചതും അവർ അവളുടെ നേർക്ക് ഫോൺ നീട്ടി. അവരുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് ദിയയുടെ നമ്പർ ഡയൽ ചെയ്തു. ചെവിയോട് ചേർത്തു. ആ നമ്പർ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും അവൾ പിന്നെയും പിന്നെയും പേടിയോടെ ട്രൈ ചെയ്തു കൊണ്ടിരുന്നു. വീണ്ടും നിരാശ തന്നെയായിരുന്നു ഫലം. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തെടുത്തുകൊണ്ട് മറ്റൊരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. 1-2 റിംഗ് കഴിഞ്ഞതും മറുതലക്കൽ ഫോൺ അറ്റൻഡ് ചെയ്തു. അവൾ ആശ്വാസത്തോടെ പ്രതീക്ഷയോടെയും സംസാരിച്ചു തുടങ്ങി. ഹലോ ഹലോ ഇതാരാ? രോഹിത് ഏട്ടൻ. ഞാൻ മായയാ. മായയോ? ഒരു മിനിറ്റ് മോളെ. പറ, നീ എവിടെയാ മോളെ? മായയുടെ പേര് കേട്ടതും രോഹിത് അമ്പരപ്പോടെ ഫോണിൽ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം അവളോട് സംസാരിക്കാൻ തുടങ്ങി. അത് പിന്നെ ഏട്ടാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ദിയ അവൾ എവിടെ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് പിന്നെ മോളെ, വേറെ കുഴപ്പമൊന്നുമില്ല. മോള് പറ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തോ പറയാൻ വന്ന ശേഷം അവൻ ഒന്ന് നിർത്തി. എന്തോ ആലോചിച്ചു കൊണ്ട് അവൻ ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞു. അത് പിന്നെ ഏട്ടാ, അമ്മ. രോഹിത് മായയോട് കാര്യം തിരക്കിയതും അവൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം അവനോടായി പറഞ്ഞു. എല്ലാം ഒരു ഞെട്ടലോടെ രോഹിത് കേട്ടിരുന്നു. മായ എന്തൊക്കെയോ മോളെ നീ പറയുന്നത് സത്യമാണോ? പിന്നെ ഞാൻ എന്തിനാ ഏട്ടാ കള്ളം പറയുന്നത്? ദിയയെ ഞാൻ എത്ര ദിവസമായി വിളിക്കുന്നു, അവൾ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മ എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ആൻറ്റിയുടെ ഫോണാണ്. ദിയയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ. എനിക്ക് അവളില്ലാതെ പറ്റില്ല. മായ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. ശാന്ത ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി പുറത്ത് നിൽപ്പുണ്ട്. മോളെ കരയാതെ, ഞാനും ദിയയും നാളെ രാവിലെ എത്തും. ബാക്കിയൊക്കെ അപ്പോൾ. ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. നിന്നെ ആരും കല്യാണം കഴിച്ചു കൊണ്ടുപോകില്ല. അവൻ അവളെ സമാധാനപ്പെടുത്താൻ എന്ന പോലെ പറഞ്ഞതും അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് സമാധാനത്തോടെ ചെറുതായി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഏട്ടാ, പിന്നെ ഞാൻ വയ്ക്കാട്ടോ. എനിക്ക് ദിയയോട് ഒന്ന് സംസാരിക്കണം. മോളെ ദിയ, അവൾ എൻ്റെ അടുത്തില്ല. മോള് പേടിക്കണ്ട, ഞങ്ങൾ നാളെ രാവിലെ എത്തും. ശരി ഏട്ടാ. സംസാരിച്ച് തീർന്നതും അവർ ഫോൺ കട്ട് ചെയ്തു. അവൾ ആശ്വാസത്തോടെ അവരുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. മോൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങ്. നാളെ ദിയ വന്നാൽ അവൾ കൊണ്ടുപൊക്കോളും. നാളത്തോടെ മോളുടെ സങ്കടത്തിന് അവസാനം ഉണ്ടാകും. മായയുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. അവൾ സമാധാനത്തോടെ കിടന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ നാളെ കല്യാണം നടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി തൻ്റെ മകളെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു അമ്മ. മായ. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തതും ഒരു ട്രെയിനിൽ സാരിയും കുറച്ച് ആഭരണങ്ങളുമായി മായയുടെ അമ്മ അവളുടെ റൂമിന് പുറത്തേക്ക് വന്നുകൊണ്ട് ഡോറിൽ തട്ടി വിളിച്ചു. രാവിലെ മായ എഴുന്നേറ്റ് ഓരോന്ന് ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ അമ്മയുടെ ശബ്ദം കേട്ടതും മായ ഓടിപ്പോയി വാതിൽ തുറന്നു കൊടുത്തു. ഇതൊക്കെ അണിഞ്ഞ് വേഗം ഒരുങ്ങി ഇറങ്ങി വാ. അവളെ അടിമുടി ഒന്ന് നോക്കി അവളുടെ കയ്യിലേക്ക് അത് കൊടുത്തുകൊണ്ട് അവർ താഴേക്കിറങ്ങിപ്പോയി. അവൾ അതൊക്കെ കയ്യിൽ വാങ്ങി ഒരു പുച്ഛം നിറഞ്ഞ ചിരിയും റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. സാരിയും ആഭരണങ്ങളും ഒക്കെ കാണെ മയക്കവും ദേഷ്യവും വെറുപ്പും തോന്നി. ദിയ വരും എന്ന ഉറച്ച വിശ്വാസത്തോടെ അവൾ അതെല്ലാം എടുത്തണിഞ്ഞുകൊണ്ട് റൂമിൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് മായയെ ഒരു കൂട്ടർ വന്ന് വിളിച്ചുകൊണ്ട് താഴെ അവൾക്കായി ഒരുക്കിയിരിക്കുന്ന മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കതിർ മണ്ഡലത്തിൽ ഇരിക്കുന്ന പയ്യനെ കണ്ട് മായ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. വളരെ പെട്ടെന്ന് നടത്തുന്ന കല്യാണമായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ബിസിനസ് പാർട്ട്ണറും ഉറ്റ സുഹൃത്തുക്കളും പിന്നെ 1-2 റിലേറ്റീവ്സും. മായ സ്റ്റേജിലേക്ക് കയറിയതും അവൾ ചുറ്റും ദിയക്കായി അവളുടെ കണ്ണുകൾ പരതി.
എന്നാൽ രോഹിതിനെയും ദിയയെയും അവിടെ ഒന്നും അവൾ കണ്ടില്ല. അവളുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം മാഞ്ഞു. പകരം പേടി തോന്നി. വാ. മായയുടെ അമ്മ അവളുടെ കയ്യിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവളെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. ചുറ്റും കുറച്ചു പേർ ആണെങ്കിലും ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ മായയുടെ അമ്മ അവളോട് ചിരിച്ചു കൊണ്ട് തന്നെ പെരുമാറി. അവൾ വെറുപ്പോടെ അവരുടെ കയ്യിൽ തട്ടി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി. മായ തൻ്റെ അടുത്തിരിക്കുന്നത് ആരാണെന്ന് പോലും മുഖമുയർത്തി നോക്കിയിരുന്നില്ല. അവൾ തല കുനിച്ച് തന്നെയിരുന്നു. മുഹൂർത്തമായി. താലത്തിൽ ഇരിക്കുന്ന താലിയെടുത്ത് കുട്ടിയുടെ കഴുത്തിൽ അണിയിച്ചു കൊള്ളൂ. പൂജാരി അവർ ഇരുവരുടെയും മുൻപിൽ ഇരുന്നു കൊണ്ട് താലിയും മറ്റും പൂജിച്ച് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവൻ്റെ നേർക്ക് ഒരു തട്ടം കൊടുത്തു കൊണ്ട് പറഞ്ഞതും അവൻ തലത്തിലിരുന്ന താലിമാല എടുത്ത് മായയുടെ നേർക്കു നീട്ടി. അവൾ കണ്ണുകൾ ഇറുകി അടച്ചു പിടിച്ചു. മനസ്സിൽ മുഴുവൻ ദിയ ഇത്രയും പെട്ടെന്ന് വരണേ എന്നുള്ള പ്രാർത്ഥന മാത്രം. മാറി നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ദിവാകരൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. തൻ്റെ മകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ടും കൂടെ നടക്കുന്ന വിവാഹം. അവളുടെ ജീവിതം ഇനി എന്തായി തീരുമെന്ന് ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചുറ്റും കൂടെ നിൽക്കുന്ന ആൾക്കാർ പലതും പറയുന്നുണ്ട്. ചിലർക്ക് ദിയയോട് മായയോടും റിലേഷൻ അറിയാവുന്നവരും ഉണ്ട്. ശാന്ത പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. ദിയയും അവളുടെ സുഹൃത്തും വരുമെന്ന് മായ പറഞ്ഞു അറിവ് കാരണം അവർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ശാന്തി തനിക്കിനി വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ബിസിനസ്സിന് ഡെവലപ്മെൻറ്റിനെക്കുറിച്ചും മാത്രമായിരുന്നു അവരുടെ ചിന്ത. ശാന്തി ചിരിച്ചു കൊണ്ട് തന്നെ അവരുടെ തൊട്ടു പുറകെ നിൽപ്പുണ്ടായിരുന്നു. സ്റ്റോപ്പ് ഇറ്റ്. എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് മാത്രമായിരുന്നു. അവളുടെ കഴുത്തിലേക്ക് അവൻ താലിമാല കൊണ്ടുവച്ചതും എല്ലാവരുടെയും തൊട്ടു പുറകിൽ നിന്നും ഒരു വലിയ ശബ്ദം കേട്ടു. എല്ലാവരും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഉയർന്ന കുറേ പോലീസ് ഓഫീസേഴ്സ് ലേഡി പോലീസ് ഓഫീസേയും നിരന്ന് നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ഒപ്പം ദിയയും രോഹിതും. ദിയയെ കണ്ടതും മായ സന്തോഷത്തോടെ കതിർ മണ്ഡപത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ഒന്നും വകവെക്കാതെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ദിയയുടെ അടുത്തേക്കോടി. ദിയയുടെ അടുത്തേക്ക് മായ ഓടി വരുന്നത് കണ്ടതും രോഹിതിൻ്റെ അടുത്ത് നിന്ന ദിയ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നതും അവർ രണ്ടുപേരുടെയും ചുണ്ടിൽ നിറഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മായയുടെയും ദിയയുടെയും അടുത്തേക്ക് ഓടിപ്പോയിക്കൊണ്ട് അവളെ വാരിപ്പുണർന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചുറ്റും കൂടെ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലായില്ല. ശാന്തി ദേഷ്യത്തോടെ അവരെ നോക്കി നിന്നു. ചുറ്റും കൂടി നിൽക്കുന്ന പോലീസുകാരെ കണ്ടതും വന്നവർ എല്ലാവരെയും ഭയത്തോടെ മാറി. ഇവിടെ എന്താ നടക്കുന്നത്? ആ കൂട്ടത്തിൽ നിന്നും ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ചുകൂടി മുൻപിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും എല്ലാവരും പേടിയോടെ തലകുനിച്ച് നിന്നു. എന്താ ഞാൻ ചോദിച്ചത് ആരും കേട്ടില്ലേ? ആർക്കും വായിൽ നാക്കില്ലടാ? അത് പിന്നെ സാർ, എൻ്റെ മകളുടെ വിവാഹം. അദ്ദേഹം കുറച്ചുകൂടി ദേഷ്യത്തോടെ ചോദിച്ചതും മായയുടെ അമ്മ മുൻപിലേക്ക് വന്നുകൊണ്ട് മറുപടി പറഞ്ഞു. നിങ്ങളുടെ മകളുടെ സമ്മതത്തോടു കൂടി തന്നെയാണോ ഈ വിവാഹം? അതോ പേടിപ്പിച്ച് കല്യാണം കഴിപ്പിക്കുന്നത് ആണോ? ഏയ് ഇല്ല സാർ, എൻ്റെ മകളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ്. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ശാന്തി ദിയയുടെ നേർക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അപ്പോൾ എനിക്ക് കിട്ടിയ കംപ്ലൈൻറ്റ്? ഈ കംപ്ലൈൻറ്റ് തന്ന വ്യക്തിയും എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അദ്ദേഹം തിരിഞ്ഞ് ദിയയുടെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ദിയ തൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്ന മായയെ അവളുടെ അടുത്തു തന്നെ അടർത്തി മാറ്റിക്കൊണ്ട് ശാന്തിയുടെ നേരെ തുറിച്ചു നോക്കി. സാർ, ഞാൻ തന്ന കംപ്ലൈൻറ്റിന് എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് ഈ നിൽക്കുന്ന ഇവളോട് ചോദിക്ക്. അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാ വിവാഹം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ ഇറങ്ങും. പിന്നെ സാറിന് എൻ്റെ പേരിൽ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. ദിയ മായയെ പിടിച്ച്
മുമ്പിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞതും മായ അവളുടെ അമ്മയുടെ നേർക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പോലീസുകാരന് നേരെ തിരിഞ്ഞു. അവൾ എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടായിരുന്നു ശാന്തി. ചുറ്റും കൂടെ നിൽക്കുന്ന ആൾക്കാർ എല്ലാം അവരെ തന്നെ ശ്രദ്ധിച്ച് നിൽപ്പുണ്ട്. സാർ, എൻ്റെ അറിവും സമ്മതപ്രകാരവും അല്ല ഈ വിവാഹം. ഞാനും ദിയയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ വർഷങ്ങളായി ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ലിവിങ് ടുഗദറാണ്. ഞാൻ അവിടുത്തെ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റാണ്. ദിയ അവിടുത്തെ ഒരു കമ്പനിയിൽ ഫാഷൻ ഡിസൈനിങ്ങിൽ CEO ആണ്. ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ദിയയെ ഒരുപാട് വഴക്ക് പറയും അനാവശ്യം പറയുകയും ഒക്കെ ചെയ്തു. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ദിയയോട് എൻ്റെ അച്ഛന് അറ്റാക്ക് ആണെന്നും ഒരു കള്ളം പറഞ്ഞു. അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവളുടെ കാല് പിടിച്ച് കരഞ്ഞ് പറഞ്ഞപ്പോൾ അവൾക്ക് മറ്റ് നിവൃത്തിയൊന്നുമില്ലാതെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവർക്ക് സമ്മതം കൊടുത്തു. എന്നാൽ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ചെയ്തതെല്ലാം പണത്തിനും ബിസിനസ്സിനും വേണ്ടി മാത്രമാണ്. എൻ്റെ അമ്മയുടെ ബിസിനസ് പാർട്ട്ണറിൻ്റെ മകനാണ് വരൻ. ഞാൻ ഇവിടെ വരാൻ കൂട്ടാകാതെ ഇരുന്നപ്പോൾ എന്നെ ഫ്ലാറ്റിൽ വെച്ച് എൻ്റെ അമ്മയും അമ്മയുടെ കൂടെ വന്ന കേശവനും എന്ന് ആളും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ദിയയെയും അവളുടെ കുടുംബത്തെയും കൊല്ലുമെന്നും എന്നോട് പറഞ്ഞു. ഇതൊക്കെയാണ് സാർ സത്യം. അല്ലാതെ എൻ്റെ സമ്മതത്തോടു കൂടെയല്ല സാർ. ദിയയുടെ കൈകളെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓഫീസറിനോട് ആയി പറഞ്ഞതും അദ്ദേഹം ഒക്കെ കേട്ട് കഴിഞ്ഞ് ദേഷ്യത്തോടെ ശാന്തിയുടെ നേർക്ക് നോക്കി. ചുറ്റും കൂടെ നിൽക്കുന്നവർ എല്ലാം തന്നെ ഒരു കുറ്റവാളിയെ പോലെ നോക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതും ശാന്തി തല കുനിച്ചു. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ശാന്തി നിന്നു. അറസ്റ്റ് ഹർ, ഒരു ലേഡി പോലീസ് ഓഫീസറിനോട് ആയി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതും അവർ അദ്ദേഹത്തെ നോക്കി തലയാട്ടിക്കൊണ്ട് കയ്യിൽ വിലങ്ങുമായി അവർ അടുത്തേക്ക് പോയി. അവരെ വിലങ്ങും ഒപ്പം കേശവനും. തന്നെ ഞാൻ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ടെന്ന് ആണ് എന്ന് അറിയോ? തന്നെയും തൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഈ കുട്ടി കംപ്ലൈൻറ്റ് തരാത്തത് കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവളെ കല്യാണം കഴിക്കാൻ മുതിർന്നതിന് തന്നെയും തൻ്റെ വീട്ടുകാരെയും പേരിൽ കേസ് എടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഒരു അമ്മയാണോ? പ്രണയിക്കാനുള്ള അധികാരവും അവകാശവും ഏതൊരു മനുഷ്യനും ജീവിക്കുമുണ്ട്. കുട്ടികൾക്ക് ആയാലും പെൺകുട്ടികൾക്കായാലും 18 വയസ്സ് കഴിഞ്ഞാൽ ആരെ ജീവിത പങ്കാളിയാക്കി തിരഞ്ഞെടുക്കണം എന്നത് അവരുടെ മാത്രം ഇഷ്ടമാണ്. അല്ലാതെ കുടുംബമഹിമയും സ്റ്റാറ്റസും എന്നും പറഞ്ഞ് നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ കാട്ടിക്കൂട്ടുന്ന ഓരോ പോക്കിത്തരങ്ങൾക്ക് സ്വന്തം മക്കളാണ് അനുഭവിക്കുന്നത്. അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കൂ. അവർ തിരഞ്ഞെടുക്കുന്നത് തെറ്റായ ജീവിത പങ്കാളിയാണെങ്കിൽ മാത്രം ശരിയായ ജീവിത പങ്കാളിയിലേക്ക് അവരെ പറഞ്ഞു വിടുക. പ്രണയം തോന്നുന്നത് ആണിനും പെണ്ണിനും പരസ്പരം മാത്രമല്ല. പെണ്ണിനും പെണ്ണിനും തോന്നും, ആണിനും ആണിനും തോന്നും. അങ്ങനെ തോന്നി ജീവിക്കുന്നവരെ അതിന് അനുവദിക്കുക. അവരെ സമൂഹത്തിന് ഒറ്റപ്പെടുത്തുക അല്ല ചെയ്യേണ്ടത്, അവരെയും ചേർത്ത് പിടിക്കണം. പിന്നെ നിങ്ങളുടെ പേരിൽ ഒട്ടനവധി കേസുണ്ട്. സ്വന്തം മകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു, വധഭീഷണി, അങ്ങനെ ഒട്ടനവധി കേസുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതമാണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. ഒരിക്കലും പിരിയാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. ആ ഉദ്യോഗസ്ഥൻ എല്ലാവരോടെയും നേർക്കു നോക്കി പറഞ്ഞ ശേഷം ദിയയുടെയും മായയുടെയും നേർക്കു നോക്കി ചെറു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞ് അവർ രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേർക്കു നോക്കി ചിരിയോടെ അതേ എന്ന് തലയാട്ടി. ഇതെല്ലാം നോക്കി നിന്ന് രോഹിതിനും ദിവാകരനും ശാന്തിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ശാന്തിയെയും കേശവനെയും കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്കിറങ്ങിപ്പോയി. മായ ദിയയുടെ കൈ വിട്ട് നേരെ അവളെ കല്യാണം കഴിക്കാൻ വന്ന ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പോയി.
തന്നോട് എനിക്ക് ദേഷ്യവും വെറുപ്പും ഒന്നുമില്ല. താൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ദിയയെ അല്ലാതെ ഒരാളെയും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. എൻ്റെ അമ്മയെ ഭയന്നാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തല കുനിച്ചിരുന്നത്. ദയവ് ചെയ്ത് ഇനി ഞങ്ങളുടെ പിറകെ താനും തൻ്റെ കുടുംബവും വരരുത്. അവൻ്റെ നേർക്ക് നോക്കി പറഞ്ഞുകൊണ്ട് മായ അവനെ നോക്കി കൈ കൂമ്പി. അവൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. മായ, ഒന്നും കൊണ്ടും സങ്കടപ്പെടേണ്ട. ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ തന്നെ ഉറപ്പുണ്ടായിരുന്നു. തനിക്ക് ദിയയെ ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. രോഹിത് എൻ്റെ സുഹൃത്താണ്. അവൻ എന്നോട് ഇന്നലെ രാത്രി തന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും ഒരു വില്ലൻ പരിവേഷം കെട്ടി വരില്ല. മായയുടെ കയ്യിൽ കൂട്ടി പിടിച്ചു കൊണ്ട് പറഞ്ഞ ശേഷം അവൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ദിയയുടെ നേർക്ക് നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ദിയ അതേ പുഞ്ചിരിയോടെ തന്നെ മായയുടെ അടുത്തേക്ക് വന്നു. ഇനി നമുക്ക് പോകാം. ഒരു മിനിറ്റ്, ദിയ മായയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും മായ അവളുടെ കൈകളെ വിടിവിച്ചുകൊണ്ട് ഞങ്ങളെ നോക്കി ചെറുപുഞ്ചിരിയോ നിൽക്കുന്ന സാന്തയുടെ അടുത്തേക്ക് പോയി. നിറഞ്ഞ ചിരിയോടെ തൻ്റെ അടുത്തേക്ക് വരുന്ന മായയെ കണ്ടതും സാന്തയും അതേ പുഞ്ചിരിയോടെ തന്നെ അവളെ നോക്കി നിന്നു. ആൻറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ സന്തോഷം തിരിച്ചു കിട്ടിയത് ഇല്ലെങ്കിൽ സാന്തയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവരുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മായ പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞു മൊഴിപ്പിക്കുന്നതിന് മുമ്പേ അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു. ഏയ്, എന്താ മോളെ ഇത്? ഒന്നും ഓർത്ത് ഇനി സങ്കടപ്പെടേണ്ട. ഇത്രയും ദിവസം എൻ്റെ മോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് ഒന്നും എനിക്ക് ഓർക്കരുത്. ദൈവം മനുഷ്യന് സന്തോഷവും മാത്രമല്ല സങ്കടവും സമ്മാനിക്കും. ഇനി അതൊന്നും ആലോചിക്കേണ്ട, സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. വരാം ആൻറ്റി, ഞങ്ങൾ 2 പേരും കൂടെ വരാം. എന്നും എൻ്റെ ഉള്ളിൽ എൻ്റെ പെറ്റമ്മയെക്കാളും സ്ഥാനം ആൻറ്റിക്കുണ്ടാവും. എന്താവശ്യത്തിനും എന്നെ വിളിക്കാൻ മടിക്കരുത്. ദിയയുടെ നമ്പർ ആൻറ്റിയുടെ ഫോൺ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ. അവളുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് അവർ പറഞ്ഞതും അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. ശരി, എന്നാൽ പോയിട്ട് വാ. മായ അവരുടെ നേർക്ക് നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ തിരിഞ്ഞു. അവരുടെ അടുത്തു നിന്നും കുറച്ച് അപ്പുറത്തായി ദിവാകരൻ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൾ ശാന്തതയോടെ സംസാരിച്ചു കൊണ്ട് തിരിഞ്ഞതും ദിവാകരൻ കണ്ട് അവൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അച്ഛാ, ഞങ്ങളെ ശപിക്കരുത്. എനിക്ക് ജീവിതത്തിൽ ഒരു പുരുഷനെ സ്വീകരിക്കാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കണം. മായ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അദ്ദേഹം നിറകണ്ണുകളോടെ ഇല്ല എന്ന് തലയാട്ടി. ഇല്ല മോളെ, ഒരിക്കലുമില്ല. എൻ്റെ മോൾക്ക് ആരുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം അവരുടെ കൂടെ ജീവിച്ചോളൂ. മോളുടെ ജീവിതമല്ലേ അച്ഛൻ്റെ അല്ലല്ലോ. സന്തോഷത്തോടെ ജീവിക്ക്. ദിയ എൻ്റെ അടുത്തേക്ക് വാ മോളെ. മായയോട് സംസാരിച്ചു കൊണ്ട് തന്നെ അദ്ദേഹം ദിയയെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൾ ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നെ ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് പോയി. എനിക്ക് മായയെപ്പോലെ തന്നെയാണ് നീയും എൻ്റെ മകൾ തന്നെയാണ്. മായയുടെ അമ്മ നിങ്ങളോട് ചെയ്തതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവളെ പറഞ്ഞ് തിരുത്താനും നേർവഴിക്ക് കൊണ്ടുവരാനും ഞാൻ പണ്ട് ശ്രമിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം അവളുടെ ഇഷ്ടത്തിന് ആയി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. ദിവാകരം അവരുടെ 2 പേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു. ദിയയും മായയും എല്ലാം കേട്ടുകൊണ്ട് ചെറുചിരിയോടെ പരസ്പരം കൈകോർത്തു പിടിച്ചു. എല്ലാവരുടെയും നേർക്ക് തലയുയർത്തി പിടിച്ചു നോക്കിക്കൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങി. അവരുടെ തൊട്ടു പിറകെ രോഹിതും. ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ ശാന്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ തന്നെ കുറേ പേർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പുറത്തേക്കിറങ്ങിപ്പോയിരുന്നു. ബാക്കി ഉണ്ടായിരുന്നവർ ദിയയെയും മായയെയും നോക്കി ചെറിയോടെ അവിടെ തന്നെ നിന്നു. മായ ദിയയുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങി. പിന്നെ എന്താ ഓർത്തുകൊണ്ട് ഒന്നു നിന്ന് ദിയ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ നോട്ടത്തിന് അർത്ഥം മനസ്സിലാക്കാതെ ദിയയുടെ നേർക്ക് നോക്കി നെറ്റിച്ചുളിച്ചു. നിന്റെ കഴുത്തിലെ കയ്യിലും കിടക്കുന്ന സകല ആഭരണങ്ങളും ഊരി നിന്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വാ.
മായയുടെ കൈ വിട്ടുകൊണ്ട് ദിയ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ചെറുചിരിയോടെ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അച്ഛനും ശാന്തയും അവർക്ക് ഇരുവരെയും നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ദിയയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് നേരെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന് തൊട്ടടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അവളുടെ കഴുത്തിലും കയ്യിലുമായി കിടക്കുന്ന സകല ആഭരണങ്ങളും ഊരി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതൊന്നും എനിക്ക് വേണ്ട അച്ഛാ, എനിക്ക് എൻ്റെ ദിയയെ മാത്രം മതി, ഞാൻ അവളോടൊപ്പം പോകുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഊരി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ ശേഷം തിരികെ അവളുടെ അടുത്തേക്ക് നടന്നു. ദിയയുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് മായ അവളുടെ കാറിനടുത്തേക്ക് പോയി. അവർ രണ്ടുപേരും കൂടി ഒന്നും കൂടെ പിന്നിലേക്ക് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കാറിലേക്ക് കയറി. ബാക്കിയുള്ളവർ അവർ പോകുന്നത് നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിയുടെ നിന്നു. നമുക്ക് പോകാം നമ്മുടെ മാത്രം സ്വർഗത്തിലേക്ക്.